ക്ലാസ് 8 സോഷ്യൽ സയൻസ് ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കുന്നത്. ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും. പാഠഭാഗത്തേക്ക് കിടക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലാണ്. അപ്പോൾ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളെയാണ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ ഒരു കപ്പൽ വ്യൂഹത്തെ ഈസ്റ്റ് ഇൻഡീസിലെ അയക്കുന്നത് എന്നാണ് 1601 ഈ 1601 പുറപ്പെട്ട കപ്പൽ വ്യൂഹങ്ങളുടെ പേരാണ് അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നിവ. ഏതൊക്കെയാണ്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളാണ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് വരുന്നത്. 18 മാസങ്ങൾക്ക് ശേഷം സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി ഈ കപ്പലുകൾ മടങ്ങി. അപ്പോൾ ഈ ആദ്യത്തെ വരവ് അവർക്ക് വിജയമായതോടുകൂടി രണ്ടാമതൊരു വരവ് ഈ കപ്പലുകളെല്ലാം തന്നെ വീണ്ടും വരികയാണ്. അത് 1604 മാർച്ചിലാണ്. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. അപ്പോൾ ഈ 4 കപ്പലിൽ സൂസൻ എന്ന കപ്പൽ പിന്നീട് കടലിൽ വെച്ച് രണ്ടാമത്തെ വരവിൽ തിരിച്ചു പോകുമ്പോൾ കടലിൽ വെച്ച് തകരുകയാണ് ചെയ്യുന്നത്. 1604 വന്ന കപ്പലുകൾ 1606 വീണ്ടും തിരിച്ച് ഇംഗ്ലണ്ടിലെത്തുന്നത്. ഇംഗ്ലണ്ടിലെത്തുമ്പോൾ കപ്പൽ നിറയെ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും എല്ലാം ഉണ്ടായിരുന്നു. കമ്പനിയുടെ മുതൽ മുടക്കിൻ്റെ ഏതാണ്ട് 95% തിരിച്ചു പിടിച്ചുകൊണ്ടാണ് കപ്പലുകളെല്ലാം തന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യമായൊരു കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് വരുന്നത് 1601 രണ്ടാമത് വന്നത് 1604 അത് തിരിച്ച് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നത് 1606 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് യൂറോപ്പിൽ നിന്ന് കിഴക്ക് പ്രദേശങ്ങളിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച കാരണങ്ങളാണ്. 1. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. അവർ വളരെയധികം സാങ്കേതിക പുരോഗതി കൈവരിച്ചിരുന്നു. രണ്ടാമത്തേത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. 3. ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. 4. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. 5. യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. ലാസ്റ്റ് 1. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിക്കിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് അവരെ നിർബന്ധിതരാക്കിയ ഘടകങ്ങൾ. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് സമുദ്രമാർഗത്തിന് മുമ്പ് തന്നെ യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം ബന്ധമുണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് എന്നാണ് 1453 അതോടുകൂടി യൂറോപ്യന്മാരുടെ ആ വഴിയുള്ള വ്യാപാരം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് പുതിയൊരു സമുദ്രമാർഗം കണ്ടെത്താൻ യൂറോപ്യർ നിർബന്ധിതരാകുന്നത്. അപ്പോൾ എന്നാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്? 1453. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. അപ്പോൾ ആദ്യം കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യൻ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. അതിലാദ്യത്തെ ആളാരാണ്? അത് വാസ്കോഡ ഗാമയാണ്. ഇപ്പോൾ വാസ്കോഡ ഗാമ എന്നാണ് വന്നത്?
1498 വാസ്കോഡ ഗാമ വരുന്നത്. അദ്ദേഹം കപ്പലിറങ്ങുന്നത് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അപ്പോൾ വാസ്കോഡ ഗാമ വരുന്നത് 1498 കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ്. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് സാമൂതിരി രാജവംശം. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അതായത് പോർച്ചുഗീസുകാരെത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിക്കുന്നില്ല. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. ഗാമ വരുമ്പോൾ പക്ഷേ ഗാമയുടെ ആവശ്യം സാമൂതിരി നിരസിക്കുന്നു. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് വ്യാപാരാനുമതി കൊടുക്കാതിരുന്നത് സാമൂതിരി രാജാവാണ്. പക്ഷേ കണ്ണൂരിലെ കോലത്തിരി രാജാവ് അത് ഗാമയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ പിന്നീട് ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ ഗാമയ്ക്ക് വ്യാപാരാനുമതി നൽകിയതാരാണ്? അത് കണ്ണൂരിലെ കോലത്തിരി രാജാവാണ്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്ന കപ്പലുകളാണ് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിവ. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവികത്തലവന്മാരായിരുന്ന കുഞ്ഞാലിമരയ്ക്കാരന്മാരായിരുന്നു. അപ്പോൾ സാമൂതിരിയുടെ നാവികത്തലവൻ ആരാണ്? കുഞ്ഞാലിമരയ്ക്കാറാണ് സാമൂതിരിയുടെ നാവികത്തലവൻ. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഈ കുഞ്ഞാലിമരയ്ക്കാർമാരിൽ നിന്നാണ്. ആരാണ് കുഞ്ഞാലിമരയ്ക്കാർ എന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർമാരാണ്. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അതായത് ഒരാളുടെ പേരല്ല കുഞ്ഞാലിമരയ്ക്കാർ, അതൊരു സ്ഥാനപ്പേരാണ്. യഥാർത്ഥത്തിൽ 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരാണ്? അത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. അപ്പോൾ പോർച്ചുഗീസുകാർ വധിച്ചത് കുഞ്ഞാലി നാലാമനെയാണ്. കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിക്കുന്നു. അപ്പോൾ ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരാണ്? അത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിക്കുന്നത് കുഞ്ഞാലി നാലാമനെയാണ്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്ന യൂറോപ്യർ, അതായത് മാർഗം ആദ്യം വന്ന യൂറോപ്യർ പോർച്ചുഗീസുകാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കശുമാവ്, പപ്പായ, പൈനാപ്പിൾ തുടങ്ങിയവ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടസ് കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ മാനുവൽ കോട്ട എവിടെയാണ്? കൊച്ചിയിലാണ്. ഇത് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച കോട്ടയാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമൻ ദിയു. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നിറങ്ങിയത് കോഴിക്കോടാണെങ്കിലും സാമൂതിരിയുടെ എതിർപ്പ് മൂലം അവർക്ക് കോഴിക്കോട് പിടിച്ച് നിൽക്കാനായില്ല. പിന്നീട് അവർ കൊച്ചിയിലേക്കും ഗോവയിലേക്കും ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളിലെയും അവരുടെ ആധിപത്യം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇതുകൂടാതെ നമുക്ക് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് നമ്മളിലേക്ക് വന്ന ചില പദങ്ങളാണ് മേശ, കസേര, അലമാര, ജനൽ തുടങ്ങിയ വാക്കുകൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനുള്ളത്. ആദ്യമായി
ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ആദ്യ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ്. അടുത്തത് ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ അത് ഡച്ചുകാരാണ്. ഇവർ ഹോളണ്ടിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നെതർലൻഡിൽ നിന്നാണെന്ന് പറയാം. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു ആണ്. എന്നാൽ ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നത് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു. ഇനി അടുത്തത് കുളച്ചൽ യുദ്ധം എന്താണെന്ന് നോക്കാം. ബാറ്റിൽ ഓഫ് കുളച്ചൽ 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇത് നടന്നത് 1741 ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ഡച്ചുകാരാണ്. അപ്പോൾ അതോടുകൂടി ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം അപ്പോൾ ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. എത്രയാണ്? 742 ഔഷധ സസ്യങ്ങൾ. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇതിന്റെ രചനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ സഹായിച്ചതാണ് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ്. അതുകൂടാതെ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. അപ്പോൾ ആരാണ് ഇട്ടി അച്യുതൻ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അദ്ദേഹമാണ് വാൻ റീഡിന് ഹോർത്തൂസ് മലബാറിക്കസ് രചനയെ സഹായിച്ച വ്യക്തി. ആരാണ്? ഇട്ടി അച്യുതനാണ്. ഇപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു, ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത്, അതിനുശേഷം ഡച്ചുകാർ വന്നു, പിന്നീട് വന്നത് ഫ്രഞ്ചുകാരാണ്. പിന്നീട് വന്നത് ഫ്രഞ്ചുകാരല്ല, പോർച്ചുഗീസുകാർ ആദ്യം വന്നു, ദെൻ ഡച്ചുകാർ വന്നു, അതിനുശേഷം വരുന്നത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാർക്ക് ശേഷം ഏറ്റവും അവസാനമാണ് ആര് വരുന്നത്? ഫ്രഞ്ചുകാർ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് നോക്കാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അഥവാ ഇംഗ്ലീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാരുമാണ് കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇവർ തമ്മിലുള്ള ആധിപത്യത്തിനു വേണ്ടി നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി. അപ്പോൾ കർണാട്ടിക് യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? അത് ഇംഗ്ലീഷുകാരാണ് ജയിച്ചത്. അതോടുകൂടി ഫ്രഞ്ചുകാരുടെ പ്രധാന പ്രദേശങ്ങൾ, വാണിജ്യ പ്രദേശങ്ങളായി മാറുന്നത് പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നിവ മാത്രമാണ്. ആ ഭാഗങ്ങളിലേക്ക് മാത്രം ഫ്രഞ്ചുകാർ ഒതുങ്ങി. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഫ്രഞ്ചുകാരെയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളാണ് കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നിവ. ഡച്ച് അധിനിവേശ പ്രദേശങ്ങളാണ് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നിവ. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്? 1600. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു. അതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു രാഷ്ട്രീയ ആധിപത്യത്തിന് വഴി വെച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? 1757 പ്ലാസി യുദ്ധമായിരുന്നു. ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് ഈ പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോൾ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. 1764 ആണ് ബക്സാർ നടന്നത്. പ്ലാസി യുദ്ധം 1747 ബക്സാർ യുദ്ധം നടന്നത് 1764. ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയവർ ആരൊക്കെയാണ്? മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരാണ് ഈ ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നിരുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ്. 1639 മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ധമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ ഖാദറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1698 സൂതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ വില്യം കോട്ട പണിതത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എന്നാണ് പണിതത്? 1698. അടുത്തത് നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം. അപ്പോൾ കർണാട്ടിക് യുദ്ധം നമ്മൾ പറഞ്ഞു. ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ് കർണാട്ടിക് യുദ്ധം. എന്നാൽ ആംഗ്ലോ മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. 1782 ഹൈദർ അലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു.
അപ്പോൾ ഈ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 4 തവണയാണ് കമ്പനിയും മൈസൂർ സുൽത്താനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. എത്ര തവണയാണ്? 4 തവണയാണ് കമ്പനിയും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ 1782 ഹൈദരാലി അടയുന്നത്. എന്നാണ് 1782. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് ടിപ്പു സുൽത്താനാണ്. 1799 4-ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ വധിച്ചതെന്നാണ് 1799. ഹൈദരാലി മരിക്കുന്നത് 1782. അതിനുശേഷം മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്ന ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ഏത്? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ, ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3-ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. അപ്പോൾ എന്താണ് ആംഗ്ലോ സിഖ് യുദ്ധം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇത് കൊണ്ടുവരുന്നത് 1793 പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നാണ് വരുന്നത്? 1793 നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവ. ഇത് നടപ്പിലാക്കിയ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ? ഭൂവുടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. അപ്പോൾ ഇതിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? സെമീന്ദാർമാരാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരാണ്. ഈ നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. എന്നാണ് നടപ്പിലാക്കിയത്? 1793. ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്? ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭു. അടുത്തത് റേറ്റ്വാരി സമ്പ്രദായം. ഇത് വന്നത് 1820. ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ ഡെക്കാൻ ഭാഗങ്ങളിലാണ് ഈ വ്യവസ്ഥ വന്നത്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കിയത്. റൈറ്റ്വാരി സമ്പ്രദായം എന്നാണ് 1820. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. റൈറ്റ്വാരി സിസ്റ്റത്തിൽ കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ വ്യവസ്ഥയിൽ, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരായിരുന്നു. എന്നാൽ റൈറ്റ്വാരി സമ്പ്രദായത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ടാണ് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത്. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പോൾ റൈറ്റ്വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമാണ്. അടുത്തതാണ് മഹൽവാരി സമ്പ്രദായം. ഇത് 1822. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1893 റൈറ്റ്വാരി സമ്പ്രദായം 1820. മഹൽവാരി 1822. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നീ പ്രദേശങ്ങളാണ് മഹൽവാരി സമ്പ്രദായം നിലനിൽക്കുന്നത്. ഇത് കൊണ്ടുവന്ന വ്യക്തിയാണ് ഹോൾട്ട് മക്കൻസി. ഇപ്പോൾ മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് ഹോൾട്ട് മക്കൻസിയാണ്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചിരുന്നു. ഇവിടെ നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.